ഹലോ, ജനുവരി 21 ഇന്ന് ഞങ്ങളുടെ ഹേഷു ബേബിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. രാവിലെ തന്നെ ഞാനും റോയ്സും കൂടി ഒരു പായസമൊക്കെ വെച്ച് ഞങ്ങൾ ജാക്സൻ്റെ വീട്ടിൽ ഹാജരായി. ഇത് ഏതാണ്ട് 2 വർഷം മുമ്പ് ഞങ്ങൾ ഹേസലിനെ കാണാൻ പോയതാണ്. ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റ്. അന്ന് എൻ്റെ മടിയിൽ കിടന്ന് ഇങ്ങനെ കണ്ണു തുറക്കുന്ന ഹേസലിനെ പിന്നെ ഞങ്ങൾ കണ്ടത് വീഡിയോ കോളിലൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ വീഡിയോ കോളിലൂടെയാണ് ഞങ്ങൾ ഹേസലിൻ്റെ വളർച്ചകളൊക്കെ കണ്ടത്. ഒരു 1.5 വയസ്സോടെയാണ് ഹേസൽ ജപ്പാനിലേക്ക് എത്തിയത്. ഇപ്പം ഞങ്ങളൊരു ചെറിയ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്യുവാണ്. നീതു ഹേസലിനെയൊക്കെ ഒരുക്കി അങ്ങനെ ഞങ്ങളുടെ സ്റ്റാർ ഓഫ് ദി ഡേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യണം. ചെറിയ ചെറിയ ഡെക്കറേഷനും ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുമണിക്ക് ഇന്ന് 2 വയസ്സായി. കാലമൊക്കെ എത്ര പെട്ടെന്നല്ലേ പോകുന്നത്. നീതു ഇവിടുന്ന് പ്രഗ്നൻ്റ് ആയിട്ട് പോയത് കഴിഞ്ഞ ദിവസം പോയ പോലെ എനിക്ക് തോന്നുന്നത്. പക്ഷേ ഹേസലിന് ഇപ്പോൾ 2 വയസ്സായി. അങ്ങനെ അവർ കേക്കൊക്കെ കട്ട് ചെയ്തു. ഹേസലിന് കേക്ക് വായി വെച്ച് കൊടുക്കുമ്പോൾ എൻ്റെ പേടി ഹേസൽ തുപ്പുവോന്നാ. മധുരമൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഭയങ്കര ലൈറ്റായിട്ട് ആഘോഷിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അടുത്ത പ്രാവശ്യം നമ്മൾ കേമമാക്കും. നീതു ഹേസലും ജപ്പാനിലെത്തിയിട്ട് ഇപ്പം 4-5 മാസം ആയതേ ഉള്ളേ. വന്ന സമയത്തൊന്നും ഹേസൽ എന്നോടൊന്നും അടുക്കത്തേ ഇല്ലായിരുന്നു. റോയ്സിനോട് ആദ്യം തൊട്ടേ നല്ല കൂട്ടായിരുന്നു. ഞാനെന്തോ ശത്രു മാതിരിയായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് സെറ്റായി വരുന്നത്. ഇനി ഞങ്ങളുടെ കുഞ്ഞൂസിന് ഞങ്ങളൊന്ന് കേക്ക് കൊടുക്കട്ടെ. ഭാഗ്യത്തിന് തുപ്പിയില്ല. കുഞ്ഞൂസ് ഇവിടെ വന്ന ശേഷം ഇടയ്ക്കൊക്കെ ഞങ്ങൾ അറിയാതെ ഞങ്ങൾ നീതുവും ജാക്സനെ പോലെ ഹേസലിൻ്റെ പേരൻസ് ആവാൻ ശ്രമിക്കാറുണ്ട്. പേരൻസ് ആവാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹേസൽ ഞങ്ങളുടെയും കൂടെ വാവയാണേ. ഞങ്ങൾ കുഞ്ഞൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഹേസലിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു മാലകയ്ക്ക് ഇന്ന് 2 വയസ്സായി. എല്ലാവരും വിഷ് ചെയ്യണേ.